ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീപ്പ് കേക്കാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും വേണ്ട ഇതിന്. നമുക്ക് ബേക്ക് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഒരു പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 60 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണിത്. പിന്നെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. പിന്നെ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത പാലാണ്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതിന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ബാറ്റർ തയ്യാറാക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3 എഗ്ഗും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇപ്പം നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കൊക്കോ പൗഡറും ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പട്ടിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് കുറച്ചാക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് ഫുള്ള് ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതില് ബാക്കിയുള്ള ബട്ടർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് പാനിൽ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. അത് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ പാലടൊക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ജസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിത് പതുക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പൊട്ടാണ്ട് സൂക്ഷിക്കണം. ഇത് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഈ രീതിയിൽ ഇത് മുഴുവൻ ഫുള്ള് ബാറ്റർ തീരുന്നത് വരെ നമുക്ക് ചുട്ടെടുക്കാം. ഈ രീതിയിൽ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 12 ക്രീപ്സ് ഈ ബാറ്റർ വെച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതിൽ വിപ്പ് ക്രീം തേക്കാൻ. അപ്പോൾ ഇത് തണുക്കുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള വിപ്പ് ക്രീം തയ്യാറാക്കി എടുക്കാം. വിപ്പ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പാത്രം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ അതിന്റെ ബീറ്റ് ചെയ്യണ ബീറ്ററും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ബീറ്റ് ചെയ്യണ പാത്രത്തിന്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് ഐസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഐസിന്റെ മേലെ വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാന്ന്. നമുക്കിതിലേക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ വാനില എസൻസും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറഞ്ഞ ഇതിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അതിനുശേഷം കുറച്ചായിട്ട് വേണം നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാൻ. ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് ചെയ്യരുത്.
ഒരേ ഡയറക്ഷനിൽ വേണം തിരിച്ചു കൊടുക്കാൻ. നല്ല കട്ടിയാവണ വരെ നമുക്കിത് ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്, ഒന്നും കൂടി കട്ടിയാവാനുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് ഒന്നും കൂടി ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വിപ്പ് ക്രീം റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ വീഴാത്ത രീതിയിൽ നമുക്ക് വിപ്പ് ക്രീം കിട്ടണം. ആ പരുവം വരെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ക്രീപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് എല്ലാം ജസ്റ്റ് ഒന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് ഏതെങ്കിലും വട്ടത്തിലുള്ള വല്ല മോൾഡ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ ആ രീതിയിൽ എല്ലാം ഈ രീതിയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പൊ ഇത്രയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നല്ല ഷാർപ്പുള്ള കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ 12 ക്രീപ്സും ഞാൻ നല്ല വട്ടത്തിൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്രീപ്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സൈഡ് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ബട്ടർ പേപ്പർ ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പ് ക്രീം ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീപ്സും കൂടി വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ മേലേക്ക് മേലെ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഫുള്ള് ക്രീപ്സും ഫ്രോസ്റ്റിംഗ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഫിനിഷിങ്ങിൽ എടുത്താൽ മതി. ഇനി ഇതിന്റെ മേലെ നമുക്ക് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അധികം ഷേപ്പ് ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അത് ഫ്രിഡ്ജിലിരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇതിപ്പോൾ ഓവണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ക്രീമും പഞ്ചസാരയും ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡിൽ അതെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അത് മുഴുവനായിട്ട് മെൽറ്റ് ആവണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസിൽ ചെയ്യണതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഈ ബട്ടർ ഞാൻ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷുഗർ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്ര മധുരമില്ലാത്ത ചോക്ലേറ്റ് ആണ്. അപ്പോൾ മധുരം അധികം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഷുഗർ ഇട്ട് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഷുഗർ ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ക്രീമിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീമിൽ ചെറുതായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബബിൾസ് വരണ വരെയും നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ക്രീം നന്നായിട്ട് ചൂടായി, ഇതിൻ്റെ ബബിൾസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചൂടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അല്പസമയം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അതിന് ശേഷം നമുക്കിത് കേക്കിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഗനാഷ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ നമ്മുടെ ഗനാഷൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ഐസിങ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാം. ഐസിങ് ഷുഗർ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇട്ടാലും മതി. നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം.
അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. ഞാൻ ഇതിന്റെ മേലെ കുറച്ച് ഐസിങ് ഷുഗറാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈ രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോ ഇത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ക്രീപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഓവണും വേണ്ട, ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും വേണ്ട, ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു പാൻ ഉണ്ടെങ്കിൽ അതിൽ സിമ്പിൾ ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്